ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഷ്ടാനുഭവ വാരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ഓരോ ദിവസങ്ങൾക്കും യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ തിങ്കളാഴ്ച എന്താണ് കർത്താവിന്റെ ജീവിതവുമായി ഉണ്ടായത് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതിന്റെ ആത്മീയ തലങ്ങളെ ചിന്തിക്കുവാൻ പ്രാർത്ഥനാപൂർവം ശ്രമിക്കാം. കർത്താവ് യെരുശലേമിൽ മഹത്വത്തോടെ പ്രവേശിച്ച ശേഷം അന്ന് ബഥാന്യയിൽ പോയി പാർത്ത് പിറ്റേന്നാൾ ജെറുസലേമിലേക്ക് വീണ്ടും മടങ്ങി വരുന്ന വഴി ഒരു അത്തിവൃക്ഷം കണ്ട് അതിൽ ഫലം അന്വേഷിച്ചു. ലഭിക്കാത്തത് കൊണ്ട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ അത്തിയെ ശപിക്കുന്നു. അന്ന് വൈകുന്നേരം മടക്കയാത്ര സമയത്ത് ആ അത്തി ഉണങ്ങിയതായിട്ട് ശിഷ്യന്മാർ കാണുന്നു. രണ്ടാമത്തെ സംഭവം, യേശു ശേഷം നേരെ എത്തുന്നത് ദൈവാലയത്തിലാണ്. അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പൊൻവാണിപ്പക്കാരെയും മറ്റും കച്ചവടക്കാരെയും കണ്ട് കർത്താവ് മനം നൊന്ത് അവരെ പുറത്താക്കുകയും എൻ്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങളോ അത് കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സന്ദർഭം. ഇത് എന്താണ് നമ്മോട് പഠിപ്പിക്കുന്നത്? ഒന്ന്, അത്തിവൃക്ഷം. അത്തിയിൽ കർത്താവ് ഫലം അന്വേഷിച്ചു, കിട്ടാത്തത് കൊണ്ട് അതിനെ ശപിച്ചു. ശരിക്കും വെറുമൊരു വൃക്ഷത്തെയാണോ കർത്താവ് അവിടെ വരച്ച് കാട്ടുന്നത്? അതിൻ്റെ ഉള്ളിൽ എന്തോ മാനവരാശിയോട്, പ്രത്യേകിച്ച് ക്രൈസ്തവരാകുന്ന നമ്മോട് കർത്താവിന് പറയുവാനായിട്ടില്ലേ? ശരിക്കും ആ അത്തി നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടെ പ്രതിപാദിക്കുന്ന അത്തി ഫലം പുറപ്പെടുവിക്കുന്നതിന് ചിലപ്പോൾ സീസൺ ഉണ്ടായേക്കാം, ചില കാലഘട്ടം. എന്നാൽ ക്രൈസ്തവരാകുന്ന നമ്മിൽ നിന്ന് കർത്താവ് എപ്പോഴും ഫലം ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേക സീസണിൽ അല്ല. അതായത് ദൈവം അല്ലെങ്കിൽ കർത്താവ് നമ്മിൽ നിന്ന് ഫലം ആഗ്രഹിച്ച് നമ്മിൽ അന്വേഷിക്കുമ്പോൾ കാണാതെ വന്നാലോ കർത്താവ് ശപിക്കുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് കർത്താവ് നമ്മിൽ അന്വേഷിക്കുന്ന ഫലം? ഗലാത്യർ 5-ാം അധ്യായത്തിൽ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ഇങ്ങനെ തുടങ്ങി ഇന്ദ്രിയ ജയം വരെ 9 അനുഭവങ്ങളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. കർത്താവ് നമ്മിൽ അന്വേഷിക്കുന്നത് ഈ ആത്മഫലങ്ങളാണ്. ഈ ആത്മഫലങ്ങൾ നമ്മിലില്ലാതെ ജഡത്തിന്റെ പ്രവൃത്തികളും ലൗകികതയും ലോകത്തിന്റെ മോഹവും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എങ്കിൽ കർത്താവിന് പിന്നെ ശപിക്കാതെ നിവൃത്തിയില്ല. പ്രിയമുള്ളവരെ, എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ നമ്മെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കി വച്ചിരിക്കുന്നത്, ആ ഉദ്ദേശം, ആ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കർത്താവിനോട് ഈ ദിവസം നമുക്ക് മാപ്പ് ചോദിക്കാം. അത്തരത്തിൽ ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്, ദൈവാലയം വിശുദ്ധീകരിക്കുന്നു. ദൈവം എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ ദൈവാലയത്തെ അനുവദിച്ച് നൽകിയത്, അതിന് വിരുദ്ധമായി സംഭവിച്ചത് കർത്താവിനെ വേദനിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, അത്തിയായാലും ദൈവാലയമായാലും ദൈവം എന്തുദ്ദേശത്തിനായിട്ടാണോ അനുവദിച്ചത് അത് അതിൽ നിന്ന് ലഭിച്ചില്ല എങ്കിൽ ഒന്നുകിൽ ശപിക്കുന്ന അനുഭവം, അല്ലെങ്കിൽ കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി പ്രഹരിക്കുന്ന അനുഭവം, രണ്ടിലും നമുക്ക് മുമ്പിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ തിങ്കളാഴ്ച നമുക്ക് അല്പക്കൂടെ ആഴമായി കർത്താവിലേക്ക് അടുത്തു വരാം. കർത്താവെ, നീ ആഗ്രഹിക്കുന്ന ഫലം മാത്രം പുറപ്പെടുവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ജഡത്തിൻ്റെതായ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് ഹൃദയവിശുദ്ധിയോടെ കർത്താവിനെ അന്വേഷിക്കുന്ന മക്കളായി, കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി നമുക്ക് മാറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവെ, നീ ആഗ്രഹിച്ച ഫലമൊന്നും പുറപ്പെടുവിക്കുവാൻ കഴിയാതെ ശപിക്കപ്പെട്ട അത്തിയെ കണക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ ഒരു പരിധിവരെ ആയിരിക്കുന്നു. അപ്പ, ഇതിൽ നിന്നൊരു മോചനം അങ്ങേക്ക് ഞങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. ഞങ്ങൾ ഫലമുള്ളവരായി തീരേണ്ടുന്നതിന് അങ്ങേ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കുകയും അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണമേ. കൊമ്പുകളാകുന്ന അടിയങ്ങൾ മുന്തിരിവള്ളിയാകുന്ന അങ്ങയോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിക്കുവാനുള്ള കൃപ നൽകണമേ. അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. ആമേൻ.